അപ്പൊ ഇവിടുത്തെ വണ്ടി ഒന്നെങ്കിൽ സിഗ്നൽ പോകും, രണ്ടാമത്തെ ദിവസം വണ്ടി ഓഫ് ആവും. അത് മെയിനായിട്ട് സംഭവിച്ചെനിക്ക്. പത്ത് 30 മീറ്റർ ഉള്ളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഈ സ്ഥലം സ്ഥലം അവിടെയാണ്. പക്ഷെ അതിനുശേഷം ഈ കൊന്ന ആയുധം കൊടുത്ത് ഈ പാലത്തിലോട്ടാണ് വലിച്ചെറിഞ്ഞത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അത് കാറ്റായി പോയി കഴിഞ്ഞു, പിന്നെ അവിടെ എന്തിനാണ് കിടക്കുന്നത്? പണ്ട് ഈ മരങ്ങളും വനം നല്ല രീതിയിൽ ഇവിടെ വനം, അതുകൊണ്ടാണ് അത്രയും ഒരു ഭീകരത അന്ന് ഉണ്ടായത്. പക്ഷെ അതിന്റെ പിന്നില് പിടിച്ചു വരെയും കൊള്ളയൊക്കെ അതിനുശേഷം ഒരുപാട് നടന്നിട്ടുണ്ട്. നീ കൊണ്ട് കൊന്നേച്ച് വന്നു. ഇത് ഈ വളവങ്ങാട്ട് കഴിഞ്ഞപ്പോൾ അവന് ഉള്ളിലാണ് അവന് തോന്നി, പക്ഷെ ഉള്ളിലല്ല, റോഡ് വിളിമ്പിലാണ് കൊണ്ടുവന്ന് കൊന്നത് വളവ്. അതിന്റെ മുകളിൽ കൊണ്ടുപോയി ആളതാമസം കുറവല്ലേ, അങ്ങനെ ആൾക്കാരെ പലരും കൊണ്ടെടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞ അസ്ഥികൂടം കാണുന്നത്. പ്രയാസമില്ല. പിന്നെ ഈ വല്ല സമയത്തുള്ള കള്ളുടിയന്മാരാ അങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ട്. കാമുകനെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച ഒരു 19 വയസ്സുകാരി തന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്നുകൊണ്ടാണ് സുമതി എന്ന് പറയുന്ന യുവതി വർഷങ്ങൾക്ക് മുമ്പ് ഈ കാണുന്ന സ്ഥലത്തേക്ക് തന്റെ കാമുകനൊപ്പം എത്തിയത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് നടന്നത് കൊടും ക്രൂരതയായിരുന്നു. ആ ക്രൂരതയുടെ കഥകൾ പലതരത്തിൽ ഇന്ന് നാട്ടിൽ പാട്ടാണ്. എന്തിനേറെ പറയുന്നു, ഇന്നത് ആ ഒരു സ്ത്രീയുടെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ആ ഒരു കഥ ഇപ്പോൾ സിനിമയടക്കമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ആ കഥയ്ക്ക് പിന്നിൽ നമ്മളൊക്കെ അറച്ചു പോകുന്ന അത്രയും വലിയ കൊടും ക്രൂരതയാണ് മറഞ്ഞു നിൽക്കുന്നത്. എല്ലാത്തിനും തുടക്കം ഈ ഒരു പാലത്തിൽ നിന്നും. 1000 രൂപ എന്നാലും ഇയാള് പെണ്ണ് അവനെ വിടുകയില്ല. അങ്ങനെയായി തള്ളയാണ് പറഞ്ഞത് കൊണ്ടുവന്ന് കൊന്നേച്ച് വരാൻ പറഞ്ഞത്. അവന് തള്ള വളരെ താമസിച്ചുള്ള പാർട്ടിയാണ്. നമ്മുടെ ഈ വർഷത്തെ പറയാൻ പോലും നിൽക്കും, മോനെ നീ കൊണ്ട് കൊന്നേച്ച് വന്നു. ഇത് ഈ വളവങ്ങാട്ട് കഴിഞ്ഞപ്പോൾ അവന് ഉള്ളിലാണ് അവന് തോന്നി, പക്ഷെ ഉള്ളിലല്ല, റോഡ് വിളിമ്പിലാണ് കൊണ്ടുവന്ന് കൊന്നത് വളവ്. സുമതി എന്ന് പറയുന്നത് നമുക്കൊക്കെ കേട്ട് കേൾവിയുള്ളൂ. പക്ഷെ അപ്പൊ കണ്ടു, അന്ന് ജഡവേ എനിക്ക് കാണാത്തുള്ളൂ, നേരത്തെ കണ്ടിട്ടില്ല. അപ്പൂപ്പനും കേട്ടാണ്. നേരത്തെ ഞാൻ കണ്ടിട്ടില്ല. അന്ന് ജഡം കൊണ്ട് കാണാനായിട്ട് ഞാനും ഡാഡി ഞങ്ങൾക്ക് ആൾക്കാർ പോയോട്ട് ഞാനും പോയി. ഞാനിന്ന് വിവാഹം കഴിച്ചിട്ടില്ല, പയ്യനായിരുന്നു. എങ്കിൽ തന്നെ നല്ല അറിയാം എനിക്ക്. എവിടെ വെച്ചിട്ടായിരുന്നു ഈ മരിച്ചതായിട്ട് കണ്ടത്? ഇവിടെ വളവല്ലേ, ചോദ്യക്കൊന്ന വളവ്. അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ടൊരു വളവുണ്ട്, രണ്ടാമതൊരു വളവ്. അതിന്റെ ഉള്ളിൽ പോയിട്ട് കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയത് റോഡ് വിളിമ്പിലാണ്. ഞാൻ സുമതിയെ കൊന്ന് കാണാൻ വരുന്നെന്ന് ചോദിച്ച് ഞാൻ ആ കൂട്ടത്ത് ഓടി വന്ന് ഞാൻ കാണുന്നു. എന്റെ സഹോദര ഭർത്താവാണ് ആദ്യമായിട്ട് എന്നോട് പറയുന്നത്. അയാള് ഇപ്പം ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ടു പോയി. അയാളെ കാണുന്നത് അങ്ങനെ. ആ കൂട്ടത്തിൽ ഞാൻ ഓടി വന്ന് കണ്ട്, അപ്പൊ പോലീസെല്ലാം മാസം എഴുതിയൊക്കെ ചെയ്യുന്നത് കണ്ട് സുമതി രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതേ കാണുന്നത്. വിശദമായിട്ട് കണ്ടതാ. പിന്നെ പലഹാരങ്ങള്, ഏത്തപ്പഴവും മറ്റും പല പലഹാര സാധനങ്ങൾ ഇരിക്കുന്നു, അതെല്ലാം അവിടെ കിടക്കുന്നതെല്ലാം കാണുന്നു. സുമതി മരിച്ചു കിടക്കുന്നു. ഇതെല്ലാം ഈ വളവിൽ മുകളില്. എല്ലാവർക്കും രാത്രി പോകാൻ പേടിയാണ്. ചിലർക്ക് ഭയമാണ്, എല്ലാവരും മുറ്റേക്ക് പോകത്തില്ല. ഇപ്പൊ സുമതിയുടെ പേര് പറഞ്ഞ് പലരും മോഷണം നടത്തുന്നുണ്ട്. കൈ കാണിച്ചു ഈ ഭാഗത്താ സുമതി ഭയം, പേടി പറഞ്ഞ് പലരും മോഷണങ്ങൾ നടത്താറുണ്ട് ഇപ്പൊ. അങ്ങനെ രാത്രി ഒറ്റയ്ക്കൊക്കെ പോകാൻ പേടി. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സംഭവം നടന്നിങ്ങനെ. കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ന് 3-4 ദിവസമല്ലേ ആയുള്ളൂ സംഭവം നടന്നിട്ട്. അവർക്ക് അബദ്ധം പറ്റി ഉള്ളു വനത്തിലെന്ന് വിചാരിച്ച അവർ കൊണ്ടുവരുന്നത്, പക്ഷെ റോഡ് വിളിമ്പ് സൈഡിലായിപ്പോയി. അവിടെ തിരിയുന്നത് അതവിടെ തടവുണ്ട്, വലത്തോട്ട് തിരിഞ്ഞു ഈ തടം അങ്ങ് പോകും. അപ്പൊ അതിന് താഴ്ഭാഗത്ത് ആളുണ്ട്, പക്ഷെ അതൊക്കെ ഒന്നും അറിഞ്ഞൂടല്ലോ. പക്ഷെ ഇനിയിപ്പോ വലത്തോട്ടാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് നമ്മൾ ഈ കാണാൻ പോകുന്ന ഇടത്തോട്ടാണ് പോകുന്നത്. ഇനി ആളുള്ള അതിലേ പോകുന്നുണ്ട്, റോഡ് വിട്ടേക്കുന്നുണ്ട്. അതിലാണ് അങ്ങനെ ആയിരിക്കാനാണ് നമുക്ക് സാധ്യത. സുമതി മരിച്ചു കിടന്ന സ്ഥലം കാലം സാക്ഷി എന്ന് പറയുന്നത് പോലെ ഒരു പക്ഷേ ഈ മരങ്ങളും ഇവിടെ ഉണ്ടാകുന്ന ഓരോ സസ്യജാലങ്ങളും അന്ന് ആ ക്രൂരത നേരിട്ട് കണ്ടിരിക്കണം. വെറും 19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി
തന്റെ പ്രാണനാഥനൊപ്പം ഉത്സവം കാണാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണ്. പൂരം കാണാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ഈ വഴിയെ അവളെ കൊണ്ടുവരുമ്പോൾ അവളോ അവളുടെ വയറിലിരുന്ന കുഞ്ഞോ അറിഞ്ഞു കാണില്ല ഇതവരുടെ അവസാന യാത്രയാണെന്ന്. ഏകദേശം ഈ ഒരു പ്രദേശത്താണ് ആ കൊടും ക്രൂരത നടന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 1953 ജനുവരി 27 അന്ന് രാത്രിയാണ് 19 വയസ്സുള്ള ആ പെൺകുട്ടി അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്നത്. പാലോട്, അതായത് തിരുവനന്തപുരം പാലോട് എന്ന സ്ഥലത്ത്, ഈ ഒരു വളവ് വരുന്ന സ്ഥലത്ത് അവിടെ വെച്ചാണ് ആ പെൺകുട്ടി കൊല ചെയ്യപ്പെടുന്നത്. ആ പെൺകുട്ടി എന്നത് സുമതി എന്ന് പറയുന്ന പെൺകുട്ടി. കാണാറുണ്ട്. ഇവിടെ വരുമ്പോ സിഗ്നലൊക്കെ പോകും. ആണോ? എത്ര മണിയൊക്കെ? ഞാൻ വർക്ക് ചെയ്യേണ്ട ഒരു 11 മണി ആ റേഞ്ചിലാണ് പറഞ്ഞത്. ഫീൽഡ് വർക്കാണ്. അപ്പൊ ആ റേഞ്ചിൽ ഇങ്ങനെ വരുമ്പോ കൂടെ വെച്ച് ഓഫ് ആയിട്ടുണ്ട്. അമ്മേനെ വിളിച്ചോണ്ടേ പറഞ്ഞ പേടിയുണ്ട്. ആണോ? കാരണം ഇത് ഒറ്റയ്ക്കേ കാണുള്ളൂ. ഒരു സമയം കഴിഞ്ഞ് ഇവിടെ കൂടെ വണ്ടി പോകത്തില്ല. ആണോ? അപ്പം പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നാണോ തോന്നുന്നത്? എനിക്ക് അനുഭവം കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാ അനുഭവങ്ങള് പ്രധാനമായിട്ട്? എപ്പോഴെങ്കിലും ഒരു ദിവസത്തെ എനിക്കങ്ങനെ രൂപമായിട്ടൊന്നും കണ്ടില്ല. അമ്മ ഇവിടുത്തെ വണ്ടി ഒന്നെങ്കിൽ സിഗ്നൽ പോകും, രണ്ടാമത്തെ ദിവസം വണ്ടി ഓഫ് ആവും. അത് മെയിനായിട്ട് സംഭവിച്ചു എനിക്ക്. അതിനുശേഷം ഞാൻ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. പേടി തോന്നിയ പിന്നെ പേടി എന്താ പറയാ, പാട്ടുവിട്ടോട്ട് 1000 രൂപ എന്നാലും ഇയാള് പെണ്ണ് അവനെ വിടുകയില്ല. അങ്ങനെയായി തള്ളയാണ് പറഞ്ഞത് കൊണ്ടുവന്ന് കൊന്നേച്ച് വരാൻ പറഞ്ഞത്. അവന് തള്ള വളരെ സാമ്പത്തികമുള്ള പാർട്ടിയാണ്. നമ്മുടെ ഈ വർഷത്തെ പറങ്കാമ്പൂരിൽ നിൽക്കുമോനെ നീ കൊണ്ട് കൊന്നേച്ച് വന്നു പറഞ്ഞു. ഇത് ഈ വളവങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവന് ഉള്ളിലാണ് അവന് തോന്നി, പക്ഷെ ഉള്ളിലല്ല, റോഡ് വിളിമ്പിലാണ് കൊണ്ടുവന്ന് കൊന്നത്. വളവ് സുമതി എന്ന് പറയുന്നത് നമുക്കൊക്കെ കേട്ട് കേൾവിയുള്ളൂ. പക്ഷെ അപ്പൊ കണ്ടു. അന്ന് ജഡവേ എനിക്ക് കാണാത്തുള്ളൂ, നേരത്തെ കണ്ടിട്ടില്ല. അപ്പൂപ്പനും കേട്ടാണ്. നേരത്തെ ഞാൻ കണ്ടിട്ടില്ല. അന്ന് ജഡം കൊണ്ട് കാണാനായിട്ട് ഞാനും എന്റെ അടി ഞങ്ങൾക്ക് ആൾക്കാർ പോയോട്ട് ഞാനും പോയി. ഞാനിന്ന് വിവാഹം കഴിച്ചിട്ടില്ല, പയ്യനായിരുന്നു. എനിക്ക് തന്നെ നല്ല അറിയാം. എനിക്ക് എവിടെ വെച്ചിട്ടായിരുന്നു ഈ മരിച്ചതായിട്ട് കണ്ടത്? ഇവിടെ വളവല്ലേ, സോനിക്കൊന്ന വളവ്. അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ടൊരു വളവുണ്ട്, രണ്ടാമതൊരു വളവ്. അതിന്റെ ഉള്ളിൽ പോയിട്ട് കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയത് റോഡ് വിളിച്ചിട്ടാണ്. ഇങ്ങനെ അപ്പൊ വളവ് കിടക്കുന്ന ഇങ്ങനെയാണ് വന്ന് റോഡിന് അടുത്താണ് കൊല്ലുന്നത്. എല്ലാ വളവും കഴിഞ്ഞ് മോളിൽ കയറി പോയി പോയപ്പോഴത്തേക്ക് നിരപ്പായി. അവിടുന്ന് വലത്തോട് റോഡ് വന്നിട്ടുണ്ട്. ആ വലത്തോട് റോഡ് വന്ന് കറങ്ങി അവർ ഇനി താഴെ വന്നത് പക്ഷേ ഈ റോഡിന്റെ സൈഡിലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടുന്ന് കയറുമ്പോൾ നമുക്ക് ഒരു 10-30 മീറ്റർ ഉള്ളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഈ സ്ഥലം അവിടെയാണ്. പക്ഷെ അതിനുശേഷം ഈ കൊന്ന ആയുധം കൊണ്ടുവന്ന് ഈ പാലത്തിൽ കൊണ്ടുവന്നാണ് വലിച്ചെറിഞ്ഞത്. അന്ന് വലിയ പേര് കേട്ട ഏതോ പോലീസ് ഉദ്യോഗസ്ഥരെ കയറ്റുന്ന. അപ്പൊ അതുകൊണ്ട് ഡമ്മി എല്ലാം ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ കേസ് എടുത്ത് ഈ രത്നാകരൻ എന്ന് പറയുന്ന ആളിനെ ശിക്ഷിച്ചു. എത്രയോ കാലമായാണ് ജയിലിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്നതിന് ശേഷം നമ്മൾ കണ്ടിട്ടുണ്ട്. അയാൾ മരണപ്പെട്ടു. പക്ഷെ അയാൾ ദൈവവിഹിതമെന്നുള്ളതേ. അയാൾ അതിന് ശേഷം കല്യാണം കഴിച്ചു. പക്ഷെ അയാൾക്ക് 2 പെൺകുട്ടികളുണ്ടായിരുന്നു. ആ രണ്ടുപേരും ഈ അംഗവൈകല്യം പിന്നെ വലിയ സാമ്പത്ത് ഉള്ള ആളായിരുന്നു അയാൾ. അയാൾക്ക് ഭരതന്റെ ബന്ധുക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഭരതന്റെ വരാൻ. അയാൾ പിന്നെ ഈ രത്നാകരന്റെ കൂടെയുള്ള രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ശിക്ഷിച്ചത്. അയാള് ഈ രത്നാകരന്റെ സഹായി. രത്നാകരനാണ് ഇതിന് ഉത്തരവാദി. കാരണം അവര് ഈ രത്നാകരൻ മുതലാളിയുടെ വീട്ടിൽ ജോലിക്ക് നിന്ന ആളാണ് ഈ സുമതി എന്ന് പറയുന്ന ആൾ. അവര് പാവപ്പെട്ട കുടുംബത്തിലുള്ള ആളാണ്. അപ്പൊ മറ്റവര് സമ്പത്താണ്, നല്ല സമ്പത്തുള്ളവരാ. പക്ഷെ അന്നത്തെ കാലത്ത്, അതായത് ഇപ്പം 50-70 കൊല്ലത്തിന് മുമ്പുള്ള സംഭവമല്ലേ. അപ്പൊ അന്ന് ഇങ്ങനെ അവര് ആ വീട്ടിൽ നിന്നപ്പോ ഈ രത്നാകരൻ മുതലാളിയുടെ വീട്ടിൽ നിന്നല്ലേ അവര്. അപ്പൊ അവര് കാണാൻ അച്ഛൻ പറയും ഇങ്ങനെ മുടി തന്നെ അടിച്ചിട്ട് കഴിഞ്ഞ് പാദന്മാര് വരുമെന്നാണ് പറയുന്നത്. അത്ര സുന്ദരിയായിരുന്നു അവര്. അപ്പൊ അങ്ങനെ അവര് ഈ രത്നാകരൻ മുതലാളിയുമായിട്ടുള്ള ഒരു ബന്ധത്തില് ഗർഭിണിയായി. അപ്പൊ അത് പുറം ലോകം വന്നറിഞ്ഞു കഴിഞ്ഞാൽ അവര്, അതാ ഞാൻ പറയും, ഇന്നത്തെ കാലഘട്ടത്തിലായി നടക്കത്തില്ല. അവര് വർഗീയതല്ല, ജാതിയൊക്കെ ഒന്നാണെന്ന് തോന്നുന്നു. ഈഴവ സമുദായത്തിൽപ്പെട്ട ഞാൻ കേട്ടത് മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കി എന്നുള്ളത്. അല്ല, അത് അങ്ങനെ ആ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അന്ന് നമ്മളെ അറിവെന്ന് പറഞ്ഞാൽ അവര് മറ്റവര്, ഞാൻ പറഞ്ഞില്ലേ, അവര് വീട്ടിൽ നിന്നാളല്ലേ സുമതി. അവര് സമ്പത്തിൽ നല്ല സമ്പത്തുള്ളവരാണ്, കുടുംബപരമായി നല്ല. അതാ പുള്ളി നേരത്തെ പറഞ്ഞത്, നീ പോയി കൊന്നിട്ട് കൊണ്ടുപാടാ, എന്റെ പറഞ്ഞ തൂക്കി വിറ്റാലും നിന്നെ ഇറക്കിട്ട് വരാനുള്ള കാശിന്റെ ഉണ്ടെന്ന് തള്ള പറഞ്ഞു കേട്ടിട്ടുണ്ട്. സുമതിയുടെ അമ്മ, സുമതിയുടെ അമ്മ, രത്നാകരന്റെ അമ്മ.
വിജ്ഞാന്റെ അമ്മ പറഞ്ഞു കൊണ്ടുപോകുന്ന അവര് രത്നാകരനും പിന്നെ വിജയൻ എന്ന് പറഞ്ഞ രണ്ടാണുങ്ങളാണുള്ളത്. ആ. പെണ്ണുങ്ങളുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഈ ഒരു പാലമേ ആ. ഈ ഒരു പാലവും ആ കഥകൾ എപ്പോഴും നമ്മൾ ഈ പാലത്തിലാണ് എറിഞ്ഞെന്ന് പറയുന്നത്. ഇടുമ്മി ഇയാളെ കൊണ്ടുവന്ന ഈ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അന്ന് ഒരു മരപ്പാല മരപ്പാലം അന്ന് ഈ പരപ്പാലമല്ല, സ്വാമി നമ്മളെ മാങ്കമ്മ സ്വാമി ഉണ്ടാക്കിയ പാലമാണ് പരപ്പാലം. ഇപ്പൊ ഈ അടുത്താണ് കോൺക്രീറ്റ് ഒക്കെ ആയത്. അപ്പൊ അന്ന് ഇങ്ങനെ അത് കേസിന്റെ ആവശ്യമായി അവരിങ്ങനെ പരിശോധനയൊക്കെ നടത്തി പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ നമ്മള് ഇത് പണ്ടത്തെ കഥകളാണ്. പക്ഷെ ഇപ്പോഴേക്ക് വരുമ്പോ ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. അതായത് ഈ റോഡിലൂടെ പോകുന്നവർക്ക് ഉണ്ടാകുന്ന ദുരനുഭവങ്ങള്, അങ്ങനെയുള്ള ഒരുപാട് കഥകള്. പക്ഷെ അതൊക്കെ ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിലുള്ള അതെ ഒന്നും ചെയ്യാറില്ല. പറയുന്ന ഈ പ്രദേശവാസികളോ അല്ലെങ്കിൽ ഈ നമ്മളെ ഈ പ്രദേശവാസികളെ മോശക്കാരാക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ വന്ന് ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു രീതിയിൽ അഭിനയിച്ച് വഴിയെ പോകും. ഈ അടുത്ത അതായത് ഇന്നലെ ഒരു സംഭവം അത് നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചാണല്ലോ, വാർത്തയിലൊക്കെ വന്നത്. അപ്പൊ അത് അയാൾ ഓൺലൈൻ വഴി പൈസ സംഘടിപ്പിച്ച് കൊടുക്കാമെന്നും പറഞ്ഞ് ഞാനമുള്ള ആളിനെ ഇവിടെ കൊണ്ടുവന്ന് പൈസ എല്ലാം പിടിച്ച് മേടിച്ച് അടിയും കൊടുത്തു വിട്ട് അയാൾ ചെന്ന് ഞാനവിടെ സ്റ്റേഷനിൽ കേസ് കൊടുത്ത് ഇന്നലെ പോലീസ് ഇവിടെ വന്ന് മാസം എഴുതി നമ്മളെ 2 സുഹൃത്തുക്കളാണ് മാസാക്ഷിയായിട്ട് എഴുതിയത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് ദിവസം വെളുപ്പാൻ കാലത്ത് പോയപ്പോൾ 2 മെഴുകുതിരി 2-3 മെഴുകുതിരി ഞാൻ നിരത്തി റോഡ് സൈഡിൽ കത്തി വെച്ചിരിക്കുന്നു. അതായത് മെഴുകുതിരി എന്ന് പറഞ്ഞാൽ നല്ല വണ്ണമുള്ള മെഴുകുതിരിയാണ്. അപ്പൊ സ്വാഭാവികമായി ആൾക്ക് അങ്ങനെ ഒരു പേടി തോന്നും, ഉള്ളൊരു പേടി ഉണ്ടാവുമല്ലോ. ഒന്നും ചെയ്യാൻ പോകുന്നില്ല. മരിച്ചുപോയ ആളുകൾ എന്താ ചെയ്യാൻ? പക്ഷെ എങ്കിലും അങ്ങനെ കുറെ ആൾ മുതലെടുത്തു എന്നുള്ള സത്യമാണ്, അത് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ചിലപ്പോ ഈ പറഞ്ഞ പോലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആണുങ്ങൾ തന്നെ പെണ്ണുങ്ങൾ വേഷം കെട്ടി വെള്ള വസ്ത്രമൊക്കെ കൊടുത്ത് ഈ വഴിയെ പോകുന്നവരെ. പക്ഷെ പണ്ടൊക്കെ അങ്ങനെ കണ്ടുപോകാൻ ആൾക്കാർ പോകുന്നില്ല. ഇപ്പൊ പോകുന്നുണ്ട് അങ്ങനെ. ഇപ്പോഴങ്ങനെയാണ് സംഭവമൊന്നുമില്ല. കാരണം ഇപ്പൊ തന്നെ അവര് TV ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട്. ക്യാമറ എല്ലാം വെക്കുകയാണ്. വേശികൾക്ക് ഇപ്പൊ ഇതിപ്പോ വേശികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ DC വെക്കുന്നത്. കാരണം പന്നികളെ നമ്മളെ കാട്ടുമൃഗങ്ങളെ ശല്യം കൊണ്ട് സ്കൂട്ടർ യാത്രയൊക്കെ കണ്ടവാനും വീഴുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ ക്യാമറയൊക്കെ വെക്കുന്നത്. ഇപ്പൊ തന്നെ അവർ നെറ്റിന് വേണ്ടി പരിചയാണ് ചെയ്യുന്നത്. നെറ്റിന്റെ പണി നടക്കുകയാണ് നിങ്ങൾ പറയുമ്പോഴത്തേക്ക് കണ്ട കേബിളിൽ കൊടുക്ക വെക്കണ്ട. അപ്പൊ അതിന്റെ പരിപാടികൾ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറെയൊക്കെ അങ്ങനെ ഇതിന്റെ പേരിൽ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് പണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അപ്പം ഈ ഒരു ആളുകൾ പറയുന്ന കാര്യം, അതായത് ഇങ്ങനെ ഒരു അതുവഴിയെ രാത്രിയൊക്കെ പോയി കഴിഞ്ഞ പ്രശ്നമാണ് എന്ന് പറയുന്നതിലൊരു അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആരെങ്കിലും അനുഭവത്തിൽ ഈ ആൾക്കാർ ഈ പറഞ്ഞില്ലേ, അപ്പൊ ആൾക്ക് എന്തായാലും പേടി തോന്നുന്നല്ലോ. ഒരാളിങ്ങനെ പോകുന്നു പിടിച്ചു പറിക്കാനൊക്കെ വന്നിട്ടപ്പോഴത്തേക്ക് വരും. അല്ലാതെ അവരങ്ങനെ പുനരാവിഷ്കരിച്ച് വന്നിട്ടുള്ളത് വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഒരു മരിച്ചുപോയ ആള് മരിച്ചുപോയില്ലേ, അങ്ങനെ തിരിച്ചു വരുന്നത്. അപ്പൊ അതിന് മറ്റുള്ള നമ്മളെ പോലെ മറ്റു ഈ പിൻതലമുറക്കാർ അതിനെ മുതലെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിന് നമ്മളെ നാട്ടുകാർക്കും കൂടെ പേര് തൊഴിലാണ് പിടിച്ചു പറിക്കും. ഇപ്പൊ രാത്രി തന്നെ നടന്നു വരാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നേരത്തേക്ക് ആണെങ്കിൽ നമുക്കൊരു 8-10 മണി വരെ ബസ് ഉണ്ടായിരുന്നു. ഇപ്പൊ 7 മണി കഴിഞ്ഞാൽ പാലോട്ട് നിങ്ങളുടെ ബസ്സില്ല. അപ്പം 2 വീലറൊക്കെ കൊണ്ട് ഒരുപാട്. പക്ഷെ ഇല്ലാത്ത ആളെ 5 മണിക്ക് തിരുവനന്തപുരത്ത് ജോലിക്ക് പോയിട്ട് വരണം. ഇപ്പൊ 6-7 മണിക്ക് പാലോട് വന്നില്ലെങ്കിൽ അയാൾക്ക് അവിടെ പോകാം. ഇതുവഴി രാത്രി എത്ര മണി വരെ ബസ് ഇപ്പൊ ഇല്ല. ഇപ്പൊ 7:20 ഒരു ബസ്സുണ്ട്. ഒരു അനന്തപുരി എന്ന് പറഞ്ഞ ബസ് ഇവിടെ വരും. 7:10 പാലോട്ട് നടക്കും. ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്. പക്ഷെ ആ ബസ് 7:45 പാലോട്ട് നിന്ന് തിരിച്ച് അത് കിളിമാനിൽ പോകേണ്ടതാണ്. പക്ഷെ ആ ബസ് കലർ അവസാനിപ്പിക്കാൻ അവർ കൊണ്ട് വരുന്നില്ല. 7:20 അവസാനം അതിനുശേഷം വണ്ടിയില്ല. അതാണ് ഞാൻ പറഞ്ഞത് മാഡം. ഇത് 5 മണിക്ക് ഒരു ജീവനക്കാരൻ ആഫീസ് വിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ലോക്കൽ വണ്ടിയിലൊക്കെയാണ് കയറി ഇറങ്ങി കയറി ഇറങ്ങി വേറെ കൂടെ ഇറങ്ങി കയറി കൂടെ വരുമ്പോഴത്തേക്ക് പിന്നെ അത് വണ്ടിയില്ല. 1.5 മണിക്കൂർ എടുക്കും. റണ്ണിങ് ടൈം തന്നെ തിരുവനന്തപുരം പാലോട് ലോക്കൽ. കാരണം തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും സമയം എടുക്കും. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇയാളിന് പോകാൻ കഴിയത്തില്ല. അതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. ഈ സുമതിയെ പ്രണയിച്ച ആളെന്ന് പറയുന്ന ആളുടെ വീട് ഏത് വശത്തോട്ടാണ്? അയാൾ ഇവിടെ അല്ല, ഇവിടുത്തെ അയാൾ ബാവനപുരം പഞ്ചായത്തിൽ മേലാറ്റുമൂഴി എന്ന് പറയുന്ന സ്ഥലത്ത്. അത് ഏത് ഭാഗത്തേക്കാ? അത് ഇവിടെ നിന്നല്ല, ഇവിടുന്ന് കലറ പോയിട്ട് നമ്മൾ കാരേറ്റ് പോകും. കാരേറ്റ് പോകുമ്പോഴത്തേക്ക് 6-ാം സ്ഥാനം എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് ഒരു 5 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം. അവിടെ പേരായിട്ട് ഒരു ശാസ്താക്ഷേത്രമുണ്ട്. ഞാൻ ഇയാളെ എന്റെ കുടുംബത്തിന്റെ അടുത്താണ്. അപ്പൊ അയാള് എന്നും തൊഴാൻ വരും. അപ്പൊ എന്റെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് അയാൾ. പക്ഷെ അയാൾ നമ്മളെ കണ്ട വളരെ സ്നേഹത്തോടെ സംസാരിക്കും. പക്ഷെ അയാൾക്ക് കുറ്റബോധമുണ്ട്. ഇങ്ങനെ വന്നു ആ ദീപാരാധന സമയമാകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അയാൾ പ്രാർത്ഥിക്കും. പക്ഷെ എന്റെ ഉള്ളിൽ ഞാൻ കുഞ്ഞാണെന്ന്, പക്ഷെ എന്റെ ഉള്ളിന്റെ എനിക്ക് പുച്ഛമാണ് അയാളെടുത്ത്. കാരണം അയാൾ ഇങ്ങനെ ഒരു കൊലപാതകം. അയാൾ എന്തിനാ ഇനി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്? അയാൾ പിന്നെ അതിനെ ഇളവായി കുത്തി കൊടുക്കില്ല. അയാൾ ജീവൻ നശിപ്പിച്ചവരിൽ നിന്നൊക്കെ നമ്മളെ മനസ്സിൽ. പക്ഷെ അയാൾക്ക് പ്രതികരിക്കാമല്ലോ എനിക്ക്. പിന്നെ നമുക്ക് പ്രതികരിക്കാൻ മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു അന്ന്. പക്ഷെ ഇന്നാണ് ഞാൻ തക്കളതുകൊണ്ടാണ് അയാൾ കുറെ കാലം ജീവിച്ചിരുന്നതിന് ശേഷം. പിന്നെ ഈ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആള് 24 മരിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു. അയാളെ പ്രധാന ആള് രവീന്ദ്രൻ എന്ന ആള് ഇയാളൊരു സുഹൃത്തായിരുന്നു.
അയാളും കൂടി ഉണ്ടായിരുന്നു ഈ അയാൾ കൂടെ ഉണ്ടായിരുന്നു സംഭവം. ഇവർ രണ്ടുപേരും കൂടിയാണ് ഒരുമിച്ച് ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയത്. പക്ഷേ ശിക്ഷ കാലാവധി കഴിഞ്ഞ ശേഷമാണ് രവീന്ദ്രൻ മരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ രത്നാകരൻ മുതലാളി അതിന് ശേഷം ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിന് ശേഷം ആൾക്കാണ് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മേലാറ്റുകുഴിയാണ് ഇയാളെ യഥാർത്ഥ സ്ഥലം. അയാളെ കുടുംബക്കാരൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. പാളയംകോട്ട് കുഴി എന്നാണ് അവിടുത്തെ വീട്ടു പേര്. വലിയൊരു വീടാണ് പാളയംകോട്ട് കുഴി. രത്നാകരൻ മുതലാളി എന്ന് പറഞ്ഞാൽ വലിയ പ്രശസ്തിയായ ആൾ. അതുകൊണ്ടാണ് ഇത് ചെയ്തത്. അന്നത്തെ തന്റെ ഇടം കൊണ്ടാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ പാട്ടോസൊക്കെ അടിച്ചിറക്കി ഒരുപാട് വിറ്റ് ആളുകൾ. ഇന്നത് നടക്കത്തില്ല. അന്ന് ഈ കല്ലറ ചന്തയിലും വാവനണ്ണ ചന്തയിൽ ചന്തകളിലെ മൊത്തം കൂടി ചന്തയിലെ കൊണ്ടുപോയി പാട്ട് പുസ്തകം അടിച്ചിറക്കി 10 പൈസയേ ഉള്ളൂ വിൽപ്പന. ഭയങ്കര വിൽപ്പനയാണ്. കാരണം പെണ്ണുങ്ങളൊക്കെ ഒന്ന് ചൂടപ്പം പോലെ മേടിച്ചു പോകും. ഇന്നത് നടക്കത്തില്ല. അങ്ങനെയൊക്കെ വിറ്റ് കുറെ പേര് അങ്ങനെയും ജീവിച്ചു. അതുകൊണ്ടാണ് പേരങ്ങനെ. പിന്നെ ഈ ബന്ധം പറഞ്ഞാൽ ഇത് ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ മുതലോട്ട് പാടാം. അല്ലാതെ എത്രയെങ്കിലും പേര് നടന്നു വന്നിട്ടുണ്ട് അതിന് ശേഷം തന്നെ. അങ്ങനെയൊന്നും സംഭവം ഒന്നും ഉള്ളതല്ല. പിന്നെ അത് ഈ മുതലെടുപ്പാ എന്നാണ് എന്റെ വിശ്വാസം. എന്റെ വിശ്വാസം അങ്ങനെയാണ്. എല്ലാവരും ഞാൻ പറയുന്നില്ല. അവരൊക്കെ അങ്ങനെ വന്നിട്ടുള്ളതെന്ന് വെറുതെയാണ്. ഇപ്പൊ മാഡത്തിന് തോന്നുന്നുണ്ടോ മരിച്ച ആള് പിന്നെ തിരിച്ചു വന്ന് അങ്ങനെ പിന്നെ അതാ ഞാൻ പറഞ്ഞത്. അത് ഇതിനെ മുതലാക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞില്ല. ഇന്നലെ ഉണ്ടായ സംഭവം ഞാൻ പറഞ്ഞില്ല. കാരണം ഇവിടുത്തെ ഈ പ്രദേശം അങ്ങനെയാണ്. കാരണം ഈ 2 സൈഡും ഫോറസ്റ്റ് ആണ്. ഏതാണ്ട് 5 കിലോമീറ്ററോളം ഉൾവനമാണ്. ഒരു നിശബ്ദമാണ്. പിന്നെ ഈ താഴ് ഭാഗത്താണ്. ഇവിടെ ആൾക്കാരുണ്ട്, താമസമുണ്ട്. ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞ് 2 ഭാഗത്തും ആൾക്കാർ താമസമുണ്ട്. പക്ഷെ അവരാരും പിന്നെ രാത്രി പുറത്ത് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല റോഡിലോട്ട്. അപ്പൊ അവിടെ താമസിക്കുന്ന ആൾക്കാർ തന്നെ ഇപ്പൊ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളെ ആ ബന്ധു വീടുകൾ ആരെങ്കിലും കൊണ്ടുവന്നാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ നേരത്തെ വേറൊരു കൊലപാതകം അവിടെ നടന്നിട്ടുണ്ട്. ഒരു പീഡന കേസിൽ ഒരാളും ഒരു കുട്ടിയെ അയാൾ ഇങ്ങനെ കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്തു കൊന്നു. ബിന്ദു എന്ന് പറയുന്നത് പത്രത്തിലൊക്കെ വായിച്ചതാണ്. നിങ്ങൾ വായിച്ചാണ്ടല്ലോ. അപ്പൊ അയാൾക്ക് ശിക്ഷ കഴിഞ്ഞ അയാൾ നാട്ടിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ നമ്മളെ ഈ ഏരിയ അതിന് അനുയോജ്യമായ ഒരു മേഖലയാണ്. ഇപ്പൊ തന്നെ കല്ലമ്പലത്തിലെ വർക്കലയൊക്കെ പൊന്മുടിയിലൊക്കെ പോകുന്നവർ ഇവിടെ ഇറങ്ങും. ഇവിടെ ഇറങ്ങി അവർ ഈ പറഞ്ഞ വിശ്രമിച്ചിട്ടൊക്കെ പോകും. നല്ല സ്ഥലമുണ്ട്. പക്ഷെ അതിനെ ഈ സ്ഥലത്തിന്റെ ഈ പവിത്രതയെ കളയാൻ വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ വെട്ടിപ്പ്. അല്ലാതെ വേറെ ഒന്നുമല്ല. അവരും നേരം ഇങ്ങനെ ഒരു ഉദാഹരണമായ സംഭവം അന്നത്തെ കാലത്ത് നടന്നപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു. കഥ കറക്റ്റാണ്. ആ കാര്യം കറക്റ്റാണ്. അല്ല വേറെ കുഴപ്പമില്ല. വേറെന്താ കഥ എന്തിനു കേട്ടോ? അതായത് ഇങ്ങനെ പ്രേതശല്യം ഉണ്ടെന്നൊക്കെ പറയുന്നത് പോലെ. പ്രേതശല്യം ഒന്നും നമ്മളെപ്പോഴും അങ്ങോട്ട് ഇങ്ങോട്ട് പോണേ രാത്രി ഈ വഴി പോണാണോ? ഇവിടെ ഉള്ളതല്ലേ. അങ്ങനെയൊന്നുമില്ല. പ്രേതശല്യം ഒന്നുമില്ല. പിന്നെ ഈ വല്ല സമയത്തുള്ള കള്ളുകൂടിയന്മാരാ അങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളൊക്കെ ഉള്ളു. അല്ലാതെ വേറെ കുഴപ്പമില്ല. ഇപ്പൊ പിന്നെ വന്യ കാട്ടുപോത്ത് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പന്നി ശല്യമുണ്ട്. അല്ലാതെ പ്രേതശല്യം ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ തട്ടിക്കൊണ്ടു പോയിട്ട് ഇവിടെ കൊണ്ടിട്ടു. അത് നമ്മള് തന്നെ വാർത്തയിലൊക്കെ അല്ലേ കേട്ടോ. സുമതി വളവ് എന്നുള്ള പേര് പലരും ദുരുപയോഗം ചെയ്യണം. അതെന്താ കാര്യം? കാരണം ഈ പിന്നെ ആ സമയത്തൊക്കെ ഈ മറ്റാരെയും ശല്യം ഉണ്ടാവില്ല. ഒരു ഒറ്റപ്പെട്ട സ്ഥലം, പിന്നെ ഒരു വിജനമായ സ്ഥലമല്ലേ. പിന്നെ ഈ പേടിയെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ആരും അങ്ങനെ എവിടെയൊന്നും ആ സമയത്തൊന്നും ഉണ്ടാവൂലല്ലോ. അങ്ങനെയൊക്കെ ആളുകൾ അത് ദുരുപയോഗം ചെയ്യണതാണ്. അല്ലാതെ ഇവിടെ ഉള്ളവരൊന്നും അങ്ങനെ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ തന്നെ ഇതൊക്കെ ഇപ്പൊ അറിയുമ്പോ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് അറിയുന്നത്. പിന്നെ കോളേജ് പിള്ളേർ അങ്ങനെയൊക്കെയുള്ള പിള്ളേരുകളൊക്കെ ഇതിനകത്തൊക്കെ സല്ലപിക്കാനൊക്കെ വരുന്നുണ്ട്. കൂടുതലായിട്ട് ആൾക്കാർ അതിനെ പ്രചരിപ്പിച്ച് ഇങ്ങനൊരു കഥ ഉണ്ടാക്കി വെച്ചതാണ്. അല്ലാതെ ഇതിന് വലിയ വ്യക്തിയൊന്നും ഞാൻ കാണുന്നില്ല. അതൊക്കെ ഉള്ളൂ. ഇതില് കാരണം പണ്ട് നടന്ന ഒരു സംഭവമാണ്. അതിനെ ഒരു പിൽക്കാലത്ത് ആൾക്കാർ ഒരു പേടിപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി ഒരു ഇതാക്കി വെച്ചിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയിട്ട് അവര് കൊണ്ട് തള്ളിയത് ഈ ഒരു പ്രദേശത്താണ്. അപ്പോൾ നമ്മളെ സുമതി വളവ് എന്ന് പറയുന്ന ഈ ഒരു പേരിനെ അല്ലെങ്കിൽ ഈ ഒരു പേടി കഥയെ ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ദുരുപയോഗം ചെയ്യുന്നുണ്ട്. കാരണം ഇതിന്റെ മറവില് ഇവിടെ പണ്ട് പിടിച്ചുപറിയും അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് പിന്നെ ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ റോഡിന്റെ വികസനമൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു പേടിയോ അങ്ങനെയൊന്നും ആൾക്കാർക്ക് തോന്നുന്നില്ല. അതൊക്കെ മാറിയായിരുന്നു. പിന്നെ ഈ കൊണ്ട് ഇത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു സംഭവം. ഇന്നലെ 2 ദിവസം മുന്നേ വ്യാഴാഴ്ച അത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് വ്യാപകമായിട്ടൊന്നും അറിഞ്ഞില്ല. അവിടെയൊന്നും അറിഞ്ഞിട്ടില്ല. ഇവര് പണ്ട് ഉത്സവത്തിന് പോയതാണ്. ഈ മധുര ക്ഷേത്രത്തിൽ ഉത്സവത്തിനാണ്ട് പോയിട്ട് അവരിന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇതിനകത്ത് വെച്ച് പീഡിപ്പിക്കുകയെന്തോ ചെയ്തതിനു ശേഷം മരിച്ചു. അതിനെ ബോഡി കൊണ്ടുവന്ന് ഇട്ടത് വീണ്ടും ഈ റോഡിൽ തന്നെയാണ്. അപ്പൊ ആ ഒരു ഭാഗമാണ് ഇപ്പോഴും സുമതി വളവെന്ന് അറിയപ്പെടുന്നത്. ഇത് അപ്പൊ അത് ആ ഒരു ഭാഗം എത്തുമ്പോൾ എല്ലാവർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ സമയത്ത് അത് മാറിയിട്ടുണ്ട്.
കാരണം ഇത്രയും വികസനങ്ങളൊക്കെ വന്ന് റോഡും വികസിക്കുന്നത് അതങ്ങ് മാറി. പണ്ട് ഈ മരങ്ങളും വനം നല്ല രീതിയിൽ നിബിഡ വനമായിരുന്നു. അതുകൊണ്ടാണ് അത്രയും ഒരു ഭീകരത അന്ന് ഉണ്ടായത്. പക്ഷെ അതിന്റെ പിന്നില് പിടിച്ചുവരിയും കൊള്ളയൊക്കെ അതിനുശേഷം ഒരുപാട് നടന്നിട്ടുണ്ട്. വഴിയെ പോകുന്ന വണ്ടികളെയൊക്കെ തടഞ്ഞു നിർത്തി പൈസ മേടിക്കും, പേടിപ്പെടുത്തുകയൊക്കെ ചെയ്ത് പൈസകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നൊരു സംഭവമൊന്നുമില്ല. ആ ഒരു ഭീതിയൊക്കെ ജനങ്ങളിൽ നിന്ന് മാറിക്കിട്ടി. ഇതുവഴി പോവാറുണ്ടോ? ഇതുവഴി തന്നെ നമ്മള് പോണത്. രാത്രിയാണ് ഒരുപാട് കിട്ടിയാ പോവൂല, അതാരും പോവൂല. രാത്രി ഇറക്കി പോയി കഴിഞ്ഞാ അങ്ങനെ പോവൂല. ഈ സുമതി മരിച്ചിട്ട് 50-60 വർഷമാവുന്ന ഇപ്പോഴും 52 കണ്ടാണ് 53 സംഭവം. ആ അറിവ് മാത്രമേ എനിക്കുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഇതൊരു പ്രയാസവും ഒന്നും നമുക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയണം. കഴിഞ്ഞ ദിവസമേ ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ കൊണ്ടിട്ടത് ഈ ഒരു പ്രദേശത്താണ്. ന്യൂസിലൊക്കെ അപ്പൊ ഇത് പണ്ടേ ഉള്ള പലരും ഇങ്ങനെ തട്ടി ഇവിടെ തന്നെ കൊണ്ടിടുന്നത്. അതൊരു പുത്തരിയല്ല. സുമതി വളവിനെ ഒരു ഉപയോഗിക്കുന്നുണ്ടോ പലരും? ഇങ്ങനെ ഈ ആൾക്കാരെ അതിന്റെ മുകളിൽ കൊണ്ടുവിടാം. ഇവിടെ താമസം കുറവല്ലേ, അങ്ങനെ ആൾക്കാരെ പലരും കൊണ്ടെടുത്തിട്ട് 1 മാസം കഴിഞ്ഞ് അസ്ഥികൂടം കാണുന്നത്. അപ്പോഴേ അറിയത്തുള്ളൂ. പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, പകൽ സഞ്ചരിച്ചിട്ടുണ്ട്, ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. രാത്രി ഞാൻ ഒരു ദിവസം 11-12 മണിക്ക് ഞാൻ ഒറ്റയ്ക്ക് നടന്നു വന്നിട്ടുണ്ട് അതിലേ. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇതൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ട്. ഇപ്പൊ എങ്ങനെ ഈ പന്നി, പാമ്പ് ഇങ്ങനെയൊക്കെ ഉള്ളത് റോഡിലൊക്കെ ചിലപ്പോ കാണുന്നവരുണ്ട്, കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതും ആർക്കും കണ്ടിട്ടുള്ളതായിട്ട് ആർക്കും സ്ഥിരീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും പറയട്ടെ അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് ആരും പറയില്ല. അങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും പറയണതല്ല. ആരും നേരിട്ട് കണ്ടിട്ടുള്ളതായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ? ഇല്ലല്ലോ. അതിപ്പോ ഒരു കാര്യമുണ്ട്. വാഹനങ്ങൾ അല്ലാതെ തന്നെ സമയത്ത് പോയാലും ചിലപ്പോ എല്ലാ വാഹനങ്ങളും ഓഫാവണമെന്നില്ലല്ലോ. വാഹനങ്ങൾ ചിലപ്പോ എവിടെ വെച്ചാണ് തകരാറ് വരണമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് സുമതി ഉള്ളത് കൊണ്ടാണ് അവിടെ വാഹനം ഓഫായി പോകണമെന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഓടിച്ചോണ്ട് പോകണ വാഹനം ചിലപ്പോൾ ഈ റോഡിൽ എവിടെ വെച്ചാണ് ഓഫായി പോകണമെന്ന് പറയാൻ പറ്റില്ല രാത്രി കാലങ്ങളിൽ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ചിലര് പരിഭ്രമിച്ചു പോകും. മനസ്സിലായില്ലേ? ചിലപ്പോൾ പെട്രോൾ തീരുന്ന വണ്ടികൾ കാണും, ബാറ്ററി കംപ്ലൈന്റ് വരുന്ന വണ്ടികൾ കാണും. അങ്ങനെയൊക്കെ അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഈ അവിടെ ചെല്ലുമ്പോൾ അങ്ങ് ഓഫായി പോകണം എന്നൊക്കെ. അത് എന്തെങ്കിലും തകരാറുള്ള വണ്ടികളൊക്കെ ചിലപ്പോൾ അവിടെ ചെന്നിട്ട് പേടിയും കൂടെ ആകുമ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വണ്ടി അങ്ങ് സ്വാഭാവികമായി ഡൗൺ ആയി പോകും. ഇല്ല, പണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതേപോലെ ഇവിടുന്ന് അവര് യുവതി ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന, അല്ലാതെ നമ്മളെ നേരിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതിനെ കുറിച്ചുള്ള വ്യക്തമായ രൂപമൊന്നും നമുക്കറിയില്ല. ഇങ്ങനെ കൊണ്ടുവന്ന് അന്ന് നമ്മളെ കൊച്ചിലേക്കായിരുന്നു. അന്ന് ഇതേപോലെ കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ കയറിപ്പോയ ഇതിലെയാണെന്നും തിരിച്ചിറങ്ങിയ വേറൊരു വളവിൽ കൂടെയാണെന്നും അന്ന് പോലീസ് റിപ്പോർട്ട് പറഞ്ഞതനുസരിച്ചുള്ളതൊക്കെ കേട്ട് കഴിവേ നമുക്കുള്ളൂ. പറഞ്ഞ സ്ഥലത്ത് നമ്മളെ ജോക്കാലി കണ്ടിച്ച സ്ഥലമാണ്. അന്ന് ജോക്കാലിയാണ്. അന്ന് ഭയങ്കര ജോക്കാലി കണ്ടിപ്പ് സ്ഥലമാണ്. നമ്മളിവിടുന്ന് 10-20 പേര് നമ്മളിവിടുന്ന് പോയിട്ടുണ്ട് കണ്ടിക്കാൻ. ആ ആഞ്ഞിലിന്റെ മൂടൊക്കെ നമ്മൾ കണ്ട് ഇങ്ങനെ കൊണ്ടിട്ടിട്ടുണ്ടെന്നല്ലാതെ നമുക്കറിഞ്ഞൂടാ. അന്ന് നമ്മൾ പൊടിയാണ്. അതിനുശേഷം നമ്മൾ 10-20 വർഷം 20 വയസ്സൊക്കെ ആവും എനിക്ക്. ഞങ്ങൾ കണ്ടിക്കാൻ പോണോ ജോക്കാലി കണ്ടിക്കാൻ. അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നാണ്. നമുക്കതിൽ പേടിയില്ല, ഒന്നുമില്ല. അവിടെ ഇന്ന് വരെ അങ്ങനെ ഒരു പേടി തോന്നേണ്ട ഒരു കാര്യവും ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അത് കാറ്റായി പോയി കഴിഞ്ഞു. പിന്നെ അവിടെ എന്തിനാണ് കിടക്കുന്നത്? ഇത് അതൊക്കെ ചുമ്മാ അത് പറഞ്ഞ് ആളുകൾ ഭീഷണിപ്പെടുത്തി അതിൽ രാത്രിയിൽ പലവരും പിടിച്ചുപറിക്കാരൊക്കെ ഉണ്ടായിരുന്നു പറയുന്നത് പണ്ട്. അങ്ങനെ അത് സംഭവിക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് അവിടെ ഇട്ടത്. നാടകക്കളിയാണ്, അല്ലാതെ ഒന്നുമില്ല. അവിടെ ഏത് രാത്രിയും പോവാം, ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ പോകാറില്ല. നമ്മൾ കൂടെ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. എന്നാലും വാഹനത്തിൽ നമ്മൾ പല കാര്യത്തിനും പോയിട്ടുണ്ട്. നമ്മൾ ജോക്കാലി കണ്ടിട്ടുണ്ട്, വന്ന് ജോക്കാലി കാറ്റാൻ വിളിച്ചോണ്ട് പോയിട്ടുണ്ട്. നമുക്ക് ഒരു പേടിയും തോന്നിയിട്ടില്ല. നമുക്ക് ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുമില്ല. ഇത് ആളുകൾ പറഞ്ഞ് പേടിയാക്കി അതിലുള്ള ആള് പോകുന്നില്ല. ഇപ്പോഴും ഇപ്പൊ രാത്രിയിൽ 2 വീലർ പോകുന്നില്ല.
എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പേടി എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. ഇപ്പം കുറെ മാറി. അത് ആളുകൾ പറയണ അതിലൂടെ പോകുമ്പോഴത്തേക്ക് വണ്ടി ഓഫായി പോവും എന്നൊക്കെ ഓരോരുത്തര് ഈ സംഭാഷണങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെ, അത് വണ്ടിക്ക് മിസ്റ്റേക്ക്. ഇതിലൂടെ പോയാലും അവിടെ ചെന്ന് വഴിയിലായാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കൊണ്ടാണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റില്ല. നമുക്കതില് വിശ്വാസവും ഇല്ല. ഇത് തന്നെ ഇതുപോലെ വണ്ടി മിസ്റ്റേക്ക് പോയി അവിടെ ചെല്ലപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ അത് വണ്ടിക്ക് മിസ്റ്റേക്ക് ആവണ നിങ്ങൾക്കെന്ത്, അത് എല്ലാ റൂട്ടിൽ പോയാലും ഉണ്ടാവുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് ഒരു പ്രശ്നം കൊണ്ട് സുമതിയെ കൊന്ന വളവെന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ, അല്ല അവിടെ ഒന്നുമില്ല. നമ്മൾ കാറ്റായി പോയാൽ പിന്നെ അവിടെ എന്തിനാണ് അറിയണം? ഞാൻ ഇവിടെ വെച്ച് മരിച്ചു, ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തൊരു ഉപയോഗമുണ്ട്? ഒരു ഉപയോഗമുണ്ട്. നമ്മൾ വായുവായിട്ട് അങ്ങ് പോയി കഴിഞ്ഞു. മലഞ്ചരക്ക് വ്യാപാരിയായിരുന്ന രത്നാകരൻ, അയാളെയാണ് സുമതി പ്രണയിച്ചിരുന്നത്. പ്രണയിക്കുന്ന സമയത്ത് അയാൾക്കും സുമതിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നീട് കാര്യങ്ങൾ വഷളായത് സുമതിക്ക് അയാളെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ്. സുമതി പ്രഗ്നന്റ് ആയ സമയത്താണ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. പലതവണ പല കാരണങ്ങൾ പറഞ്ഞ് അയാൾ അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ സുമതി അതിന് സമ്മതിച്ചില്ല. രത്നാകരനെ വിവാഹം കഴിക്കണമെന്ന് ഒരു വേലക്കാരിയെ കുട്ടി പറഞ്ഞതിന്റെ ഒരു പ്രശ്നമായിരിക്കാം. എന്തായാലും ആ വിവാഹത്തിനോട് രത്നാകരന് താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് രത്നാകരൻ തന്റെ കാമുകിയെ കൊല്ലാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നത്. അതിന് കൂട്ടുനിന്നത് ഇന്ന് സുമതി വളവ് എന്നറിയപ്പെടുന്ന പ്രദേശത്തിന്റെ ഒരു സ്വദേശിയായിട്ടുള്ള ഒരു സുഹൃത്തായിരുന്നു. ആ സുഹൃത്തുമൊത്താണ് അവരിവിടെ വന്ന് അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തുന്നത്. 19 വയസ്സുകാരിയായിട്ടുള്ള ഒരു ഗർഭിണി പെൺകുട്ടിയുടെ മൃതദേഹം അന്ന് ഈ നാട്ടുകാർ ഏറെ ഞെട്ടലോടെയാണ് കണ്ടത്. ആ കാഴ്ച കാണുമ്പോൾ ഇന്നും അവളുടെ ആ ദയനീയാവസ്ഥ അല്ലെങ്കിൽ അവളുടെ ആ ചിരി എല്ലാവർക്കും മനസ്സിലുണ്ട്. ഗർഭിണിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരുപാട് കൊതികൾ ഉണ്ടാകും. അത്തരത്തിൽ പലഹാരങ്ങളടക്കം വാങ്ങി ആ പെൺകുട്ടിയെ പൂർണ്ണമായി വിശ്വസിപ്പിച്ചുകൊണ്ടായിരുന്നു രത്നാകരൻ ആ പെൺകുട്ടിയെ ഇവിടെ കൊല ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. ഇവിടെ വച്ച് അവളെ കൊല ചെയ്തതിന് ശേഷം അവളുടെ മൃതദേഹം കാണാൻ വന്ന ആളുകൾ കണ്ടത് ആ പെൺകുട്ടിക്ക് ചുറ്റിലും വിതറിക്കിടക്കുന്ന ആ പലഹാരങ്ങളാണ്. ഒരു ഗർഭിണി ആശയോടെ കഴിക്കാൻ തീരുമാനിച്ചിരുന്ന പലഹാരങ്ങൾ. മുട്ടറ്റം മുടിയുള്ള, എപ്പോഴും ചെറു പുഞ്ചിരി മാത്രമുള്ള ആ ഒരു 19 വയസ്സുകാരി അത്രമാത്രം സുന്ദരിയാണ് എന്നായിരുന്നു അവളെ അറിയുന്ന ആളുകളൊക്കെ മലയാളി വാർത്തയോടടക്കം പ്രതികരിച്ചത്. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ രത്നാകരനും അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വിവാഹം കഴിക്കുക എന്നുള്ളത് മാത്രം അയാളെ കൊണ്ട് പറ്റുന്ന ഒരു വിഷയമായിരുന്നില്ല. അങ്ങനെയാണ് ഗർഭിണിയായിരിക്കെ ആ 19 വയസ്സുകാരിയെയും കൂട്ടി സുഹൃത്തിനൊപ്പം അയാൾ അംബാസിഡർ കാറിൽ ഈ പറയുന്ന സ്ഥലത്ത്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഇന്ന് സുമതി വളവ് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. മലഞ്ചരക്ക് വ്യാപാരിയായിരുന്ന രത്നാകരനും അയാളുടെ സുഹൃത്തായ രവീന്ദ്രനും അന്ന് ആ കാറിൽ ആ പെൺകുട്ടിയെ എങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ കൃത്യമായ പ്ലാനോടെയാണ് വന്നത് എന്നത് പിന്നീട് കാലം തെളിയിച്ചു. കഴുത്തറക്കാൻ ഉതകുന്ന തരത്തിലുള്ള ആയുധങ്ങളടക്കം അയാൾ കയ്യിൽ സൂക്ഷിച്ചിരുന്നു. ഈ ഒരു വളവിൽ അന്ന് ഈ കാണുന്നത് പോലെയൊന്നുമല്ല, ഇത്രമാത്രം വിശാലതയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. കൃത്യമായിട്ട് കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെ ആളുകൾ ആരും തന്നെ ഈ ഒരു കൊലപാതകം ശ്രദ്ധിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം. ആ ഒരു വിശ്വാസമാണ് അവർ കൊലപാതകം നടത്താൻ വേണ്ടി ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണം. അങ്ങനെ ആ ഗർഭിണിയായ പെൺകുട്ടിയെ കഴുത്തറത്ത് അതിക്രൂരമായി പ്രണയവഞ്ചനയിൽ അല്ലെങ്കിൽ വിശ്വാസവഞ്ചനയിൽ കൊല ചെയ്യുകയായിരുന്നു. പിന്നീട് ഇത് വലിയ രീതിയിൽ ചർച്ചയായി, കേസായി, നടപടിയായി. രണ്ടുപേരെയും, അതായത് രത്നാകരനെയും അയാളുടെ സുഹൃത്തായ രവീന്ദ്രനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതി നടപടികൾ, ജയിൽ ശിക്ഷ, അങ്ങനെ അങ്ങനെ നീളുന്നതാണ് സുമതിയുടെയും സുമതി വളവിന്റെയും കഥകൾ. ഇന്നിപ്പോൾ എന്താണ് ഇതിന്റെ ഒരു പര്യവസാനം എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ നാട്ടുകാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ചെയ്ത തെറ്റിന് കൃത്യമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കാതെ ഒരാൾ പോലും മടങ്ങില്ല എന്ന്. കൊടും കുറ്റവാളിയായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ നീച പ്രവൃത്തി ചെയ്തിട്ടുള്ള ആ രത്നാകരൻ എന്ന് പറയുന്ന പ്രതി, അയാൾ മരണപ്പെട്ടത് അത്രമാത്രം മോശമായ രീതിയിലൂടെയാണ് എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് പ്രതികരിച്ചത്. അത് മാത്രമല്ല,
അവരുടെ മക്കൾക്ക് ചില അംഗവൈകല്യങ്ങൾ അടക്കമുണ്ട് എന്ന് പറയുമ്പോൾ ആ നാട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ ചെയ്ത തെറ്റിന് അവന് കിട്ടിയ ശിക്ഷയാണ് അതെന്ന്. എന്തായാലും ഒരു പ്രണയത്തിന് വേണ്ടി സ്വന്തം ജീവൻ പൊലിയേണ്ടി വന്ന ഒരു യുവതിയുടെ പേരിലാണ് ഇന്ന് ഈ നാട് അറിയപ്പെടുന്നത്. മലഞ്ചരക്ക് വ്യാപാരിയായ രത്നാകരന്റെ കൂടെ വന്ന സുമതിയെ ആദ്യം കൊല്ലാൻ പ്ലാൻ ചെയ്തത് ഇവിടെ വെച്ചായിരുന്നു. ഈ പാലം പണ്ട് മരത്തടികളൊക്കെ കൊണ്ട് നിർമ്മിച്ച ഒരു സ്ഥലമായിരുന്നു. അന്ന് ഈ പാലത്തിൽ വെച്ചാണ് സുമതിയെ കൊല്ലാൻ ഉപയോഗിച്ച ആ മാരകായുധങ്ങൾ അവർ ആ തട്ടിലുള്ള വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. 1953 ജനുവരി 27 അന്നാണ് സുമതിയെ പാലോട് മൈലമൂട് എന്ന് പറയുന്ന ഈ വളവിൽ കൊല ചെയ്യാൻ തീരുമാനിച്ചത്. ഒരു മലഞ്ചരക്ക് വ്യാപാരിയുടെ വീട്ടിലെ വേലക്കാരി എന്നതുകൊണ്ട് മാത്രമായിരുന്നു അന്ന് ആ പെൺകുട്ടിക്ക് ജീവൻ നഷ്ടമാകാനുള്ള കാരണം. വിവാഹ വാഗ്ദാനം നൽകി മുതലാളിയുടെ മകൻ അവളെ ഗർഭിണിയാക്കുകയായിരുന്നു. വിവാഹം കഴിക്കണമെന്ന് അവൾ വാശി പിടിച്ചപ്പോഴാണ് കാമുകന്റെ മനസ്സിൽ പക എരിഞ്ഞു തുടങ്ങിയത്. ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞ് ഒരു അംബാസഡർ കാറിൽ കൊണ്ടുപോയ സുമതിയെ കാമുകനും കൂട്ടുകാരനും ചേർന്ന് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഈറ്റ വെട്ടാൻ പോയവരാണ് കൊടും വളവിനടുത്തുള്ള മരത്തിൽ 19 വയസ്സുകാരിയെ ചാരി നിർത്തിയ നിലയിൽ കണ്ടെത്തിയത്. ഗർഭിണിയായ പെൺകുട്ടിയുടെ മൃതദേഹം ഇന്നും ഓരോ നാട്ടുകാർക്കും ഓർമ്മയാണ്, പേടിയാണ്. 6 മാസം കഴിഞ്ഞ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. കോടതി 2 പേരെയും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. മരിക്കുമ്പോൾ സുമതിയുടെ പ്രായം വെറും 19. സുമതിയുടെ പ്രേതം ഈ പ്രദേശത്ത് അലഞ്ഞു നടക്കാറുണ്ടെന്നാണ് ആളുകൾ ഇപ്പോൾ പറയുന്നത്. പതിറ്റാണ്ടുകളുടെ ആ ഒരു കഥ ഇപ്പോൾ പറഞ്ഞ് പലരും വിശ്വസിക്കാനും അതിനെ ചലഞ്ചായി എടുക്കാനും തുടങ്ങിയിരിക്കുന്നു. ഇന്നിപ്പോൾ അത് ഒരു സിനിമയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. എന്തായാലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഈ വളവിലെത്തുന്ന ഓരോ മലയാളികളും ആദ്യം ഓർക്കുക.